ഹായ് ഹലോ, ദിസ് ഇസ് ജീന. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ഞാനത് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അധികത്തേക്കും ആരെയും കണ്ടിട്ടില്ല. ആകെപ്പാടെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അവരോട് എനിക്ക് ഇത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം എന്താ ഇപ്പം വീണ്ടും ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഫാർമസിയിൽ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഡോളോയും വേണം, പാരസെറ്റാമോളും വേണം. അപ്പം ഞാൻ പറഞ്ഞു രണ്ടും ഒരുമിച്ച് കഴിക്കരുത്, രണ്ടും സെയിം സാധനം തന്നെയാണ്, പാരസെറ്റാമോൾ തന്നെയാണ് ഡോളോയ്ക്കകത്തുള്ളത്, ഒരു കമ്പനി ഇട്ട പേരാണെന്ന് മാത്രമേ ഉള്ളൂ ഡോളോ എന്ന്. പക്ഷേ എനിക്ക് പുള്ളി സമ്മതിക്കത്തില്ല. അല്ല, ഡോളോ തലവേദനയ്ക്കുള്ളതാണ്. ഞാൻ പറഞ്ഞ് ഓക്കെ, തലവേദനയ്ക്ക് കഴിക്കും, പനിക്ക് ഫീവർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കും. പക്ഷേങ്കിൽ ഇത് കാരണം രണ്ടെണ്ണത്തുള്ള കണ്ടൻറ്റ് ഒന്നാണ്. പുള്ളി സമ്മതിക്കത്തില്ല. പുള്ളി പറയുക വീട്ടിൽ നേഴ്സുണ്ട്, ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയെ വിളിച്ച് ചോദിച്ചേക്കുന്നു. എന്നിട്ട് ആ പുള്ളിക്കാരി പറയുകയാണ്, ചേട്ടാ ഡോളോ തലവേദനയ്ക്കുള്ളതാണ്, അത് വാങ്ങിക്കണം എന്ന്. ഇവരെല്ലാം വിചാരിച്ച് വെച്ചിരിക്കുന്നതിന് ഡോളോ കഴിക്കുമ്പോൾ ഒരു എഫക്റ്റ്, പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ വേറൊരു എഫക്റ്റ് അങ്ങനെ കിട്ടുമെന്നാണോ എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ എത്തുമോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഡോളോയിൽ അടങ്ങിയിരിക്കുന്നതും പാരസെറ്റാമോളാണ്. അത് 650 mg സ്ട്രെങ്തിൽ വരുന്നു എന്ന് മാത്രം. ഡോളോ 500 mg ഉണ്ട്, പക്ഷേ അധികം അങ്ങനെ കൊടുത്ത് നമ്മൾ കാണുന്നില്ല. 650 mg ആണിപ്പോൾ കൊടുത്ത് കാണുന്നത്. മറ്റേ സാധാ പാരസെറ്റാമോളിന് 500 mg വരുന്നുണ്ട് അധികമായിട്ട്. അപ്പം എന്തായാലും ഇനി വരുന്ന മെഡിസിൻ വാങ്ങിക്കുമ്പം ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ പുറകിലൊന്ന് നോക്കിക്കോ. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പാരസെറ്റാമോൾ ആണോ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നൊക്കെ. ഇത് കൂടുതൽ പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളേ. ഓരോ കമ്മ്യൂണിറ്റി ഫാർമസിയിലും, അതായത് ഓരോ മെഡിക്കൽ ഷോപ്പിലും നിൽക്കുന്ന ആൾക്കാർ ഈ ഫാർമസി പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും. 2, 4, 6 വർഷമൊക്കെ ഫാർമസി പഠിച്ച് ഇറങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ തീരെ അറിവില്ലാത്ത ആൾക്കാരല്ല. സോ അവരെ വെറുതെ പുച്ഛിക്കാതിരിക്കുക, പ്രശംസിച്ചില്ലെങ്കിലും വെറുതെ പുച്ഛിച്ച് തള്ളാതിരിക്കുക കേട്ടോ. എനിക്ക് ആ ചേട്ടൻ വീട്ടിലിരിക്കുന്ന നേഴ്സിനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിലൊരു ഈഗോ ഹർട്ടായി. അപ്പോൾ ഇപ്പോൾ പനിയുടെ സീസണൊക്കെയാണ്, എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി മരുന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡോളോ വേണ്ട പാരസെറ്റാമോൾ മതി, അല്ലെങ്കിൽ പാരസെറ്റാമോൾ വേണ്ട ഡോളോ മതി എന്നൊക്കെ പറയാതെ ഏതെങ്കിലും ഒരു ഐറ്റമൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? അപ്പോൾ ശരി, ഗോഡ് ബ്ലെസ് യു.